ഗൈസ് സ്ഥിരമായി ചൂണ്ടയിടാൻ വരുന്ന ഒരു സ്പോട്ടാണ്. എല്ലാ ദിവസങ്ങളിലും ഈവനിങ് കുറച്ച് നേരം ഞാൻ അവിടെ വന്ന് ഇരിക്കാറുണ്ട്. അങ്ങനെ വന്നിരുന്നപ്പോൾ കണ്ടാണ് ഒരു അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ഞാറിനൊക്കെ ഡ്രോണിൽ മരുന്നടിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ടീമാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യരായിരുന്നു ഈ ഞാറിനൊക്കെ മരുന്നടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം ഇതുപോലെ ഡ്രോണുകളും ഓരോ മെഷീനറീസുകളൊക്കെയാണ് മരുന്നടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ മരുന്നടിക്കാൻ ഇല്ല എന്നുള്ളതല്ല, നിമിഷ നേരങ്ങൾ കൊണ്ട് പരിപാടി കഴിയുന്നതുകൊണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം സെലക്ട് ചെയ്യുന്ന ഒരു മാർഗ്ഗം കേട്ടോ. ഇത് കുറച്ച് ഓരോ റൗണ്ടും പോയി വരുമ്പോഴത്തേക്കും ഓരോ കന്നാസ് നിറച്ച്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ മനുഷ്യർ തന്നെയായിരുന്നു ഇവിടെ ഞാറിനെല്ലാം മരുന്നടിക്കുന്നത്. വളരെ സമയവും കാര്യങ്ങളൊക്കെ വേണ്ടുന്നതായിരുന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഡ്രോണൊക്കെ ഉപയോഗിച്ച് മരുന്നടിക്കാൻ തുടങ്ങിയത്. നിമിഷ നേരങ്ങൾ കൊണ്ട് കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന പാടം മൊത്തം മരുന്നടിച്ചവർ വരും. ഓരോ റൗണ്ടിലും ഇവർ മരുന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് അവിടെ തന്നെയാണ് മരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടിൽ നിന്ന് വെള്ളം കോരുക, മരുന്നെല്ലാം അതിനകത്ത് കറക്റ്റ് അളവിൽ ചേർത്ത് അവർ മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോഴത്തേക്കും ഒരു റൗണ്ട് കറങ്ങി അവർ വരും കേട്ടോ. നല്ല ദൂരമുണ്ട്. ഇതേ അടുത്ത റൗണ്ട് മരുന്നടിച്ചിട്ട് അവർ വരുന്നുണ്ട്. ഇതേ മനുഷ്യരാണെങ്കിൽ ഇത്രയും ഭാഗം അടിച്ച് തീർക്കുന്നതിന് തന്നെ ഒരു മണിക്കൂർ വൺ സൈഡ് തന്നെ അടിക്കുന്നതിന് വേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു 5 നിമിഷം പോലും വേണ്ടില്ല അവിടം വരെ പോയി വരുന്നതിന് കേട്ടോ. ഇതേ ഫസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് അവർ വന്ന് അപ്പം അപ്പോഴത്തേക്ക് അവർ മരുന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മരുന്ന് ഒഴിക്കാൻ വേണ്ടി കേട്ടോ. അതേ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക. താഴെ ഒരു ചെറിയൊരു ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിലേക്ക് മരുന്ന് ഒഴിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവർ ബാറ്ററിയും ചേഞ്ച് ചെയ്യും കേട്ടോ. ഒരു റൗണ്ട് കറങ്ങി വരുന്നതിന് ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അന്നേരം തന്നെ അടുത്ത ബാറ്ററിയും ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇതിപ്പോൾ പോയി അടുത്ത റൗണ്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യും കേട്ടോ. അവരുടെ കാറിനകത്ത് ജനറേറ്റർ ഇരിപ്പുണ്ട്. ജനറേറ്റർ വെച്ച് ബാറ്ററി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ മരുന്നെല്ലാം ഒഴിച്ച് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിയും. ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പറക്കും കേട്ടോ. ഒരു വൺ സൈഡ് തന്നെ ഒരു 1.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത് നിറയ്ക്കാനുള്ള മരുന്ന് മാത്രമേ അധികം ഒഴിക്കുന്നുള്ളൂ. ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി അത്രയും ഉണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ബാറ്ററിയും ചേഞ്ച് ചെയ്യും, മരുന്ന് നിറയ്ക്കും കേട്ടോ. വീണ്ടും പോകാൻ വേണ്ടി എവിടെ വരെയാണോ മരുന്ന് അടിച്ച് നിർത്തിയത് അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കൃത്യമായിട്ട് മരുന്നടിച്ചത് വരും കേട്ടോ. അവരുടെ കാറിനകത്ത് ജനറേറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യാം. വീണ്ടും മരുന്നടിച്ചിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.